സമരം ചെയ്യുന്ന ആശമാരാണോന്ന് ഞങ്ങൾക്കറിയില്ല. ആശമാരല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആശമാരാണെങ്കിൽ ഇങ്ങനെ ഈ ഓണററി ഇതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പറയില്ലല്ലോ. ഞങ്ങൾ ഈ പോത്തല് പഞ്ചായത്തിലുള്ള ആശമാരൊക്കെ പിന്നെ വർക്കിന് ഫീൽഡിൽ വർക്കിലൊക്കെ നടക്കുകയാണ്. ഒരു നിലമ്പൂരിൽ കൂടെയൊക്കെ ഫോമും കൊണ്ട് കടകളിൽ കൂടെ കയറി ഇറങ്ങി വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ നടക്കുന്നത്. പൈസ കൊടുത്ത് ഇറക്കിയതായിരിക്കും ചിലപ്പോൾ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പോ എത്രത്തോളം ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആശാവർക്ക്? ഓരോ സെന്ററുകളിലും ആശമാർക്ക് 13, 12, 14 അങ്ങനെ വരെ ഞങ്ങൾ പൈസ വാങ്ങുന്ന ആളുകളാണല്ലോ ഈ ആശമാര്. അപ്പോ ഇപ്പോഴും ആ പൈസ കൂട്ടണം എന്നത് തന്നെയാണ് ആവശ്യം. ഇപ്പം ഇത് ഒരു കേന്ദ്രത്തിന്റെ പദ്ധതിയാണല്ലോ ഈ ആശാവർക്കർമാര്. അവരോട് ചോദിക്കാതെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്. അവർക്കെതിരായിട്ട് അവര് സമരം ചെയ്യണം. ഞങ്ങൾ ഇവിടെ മലപ്പുറം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായിട്ട്. അതിന് കുറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവരും ഉണ്ടായിരുന്നു അവിടെ, ഈ കോൺഗ്രസിന്റെ ആശാവർക്കർമാര്. ഈ അവരെങ്ങനെയാണ് ഈ കാണുന്നത്? കേരളത്തിനെതിരായിട്ടാണ് ഇപ്പൊ അവര് ആണ് അതെ. പക്ഷേ കേന്ദ്രത്തിനോട് ഒരു അത് ചോദിക്കുന്നില്ല. ഇപ്പൊ ഈ പിന്നെ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്. പിന്നെ ഇപ്പം വാർത്തയിൽ ഇങ്ങനെ പറയുന്ന കേട്ട് ചാനലുകള് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അവര് നിർത്തുന്നു ഈ സമരം. അപ്പൊ നിങ്ങൾ ആശമാരായിട്ടും അത് നിങ്ങൾക്കാണ് മോശം. അത് തന്നെ. ഈ വാങ്ങണവരും എല്ലാവരും അതിൽപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ. അപ്പൊ അവരിങ്ങനെ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. നമുക്കും കൂടി അതൊരു മോശമാണല്ലോ. അപ്പൊ ഇത് ഇവരാശമാരുടെ ഈ ഒരു സമരം കേരള സർക്കാരിനെതിരായിട്ടുള്ള സമരം ന്യായമല്ല, അത് ആവശ്യമില്ലാത്ത സമരമാണെന്നാണ്. കാരണം നമുക്ക് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരിപ്പോ എന്താണ് ഈ പ്രചരണത്തിന് ഇറങ്ങിയതിന്റെ ദുരുദ്ദേശം എന്താണെന്നുള്ളത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. നിങ്ങൾ ആശാവർക്കറാണ്? അതെ, ആശാവർക്കറാണ്. പക്ഷേ പിന്നെ ഇത് ഈ സമരം ഇവിടെ അല്ല ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ് ചെയ്യേണ്ടത്.